നമസ്കാരം. അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയും എല്ലാം തന്നെ അഹമ്മദാബാദിലേക്ക് ഉടൻ തിരിക്കും. അവർ എത്തിയതിന് ശേഷം അവിടെ നടക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളുടെ ഏകോപനം ഒരുപക്ഷെ അവർ ഏറ്റെടുക്കാനായിരിക്കും സാധ്യത. ഈ വിമാനത്തിലുണ്ടായിരുന്നത് 169 ഇന്ത്യക്കാരാണ്. 7 പോർച്ചുഗീസുകാരും 1 കാനഡക്കാരനും യാത്രക്കാർ ഉൾപ്പെടുന്നുണ്ട്. മലയാളി എന്ന് തോന്നിപ്പിക്കുന്ന പേരുള്ള ഒരു വ്യക്തിയുടെ പേര് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഇനി ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളുടെ പരിശോധനയിൽ കൂടെ മാത്രമേ ഇത് മലയാളി തന്നെയാണോ എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. വിമാനാപകടത്തിൽപ്പെട്ട ഈ വിമാനത്തിലെ യാത്രക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാരുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇതിനായി എല്ലാവിധ സംവിധാനങ്ങളും ഗുജറാത്ത് ഒരുക്കി കഴിഞ്ഞു. എയർ ഇന്ത്യയും ഇക്കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ യാത്രക്കാരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 കുട്ടികളാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കുട്ടികളുടെയും വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവരെല്ലാവരും തന്നെ ഒരുപക്ഷെ ലണ്ടനിൽ അവധിക്കാലം ആഘോഷിക്കാനോ മറ്റോ പോയിരുന്നവരാണോ, അതോ ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയവർ നാട്ടിൽ വന്ന് മടങ്ങിയതാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ഏറ്റവും അധികം ഇന്ത്യക്കാർ അഥവാ മലയാളികളുള്ള ഒരു രാജ്യമാണ് ബ്രിട്ടൻ. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൽ കൂടുതൽ മലയാളികൾ യാത്രക്കാരായിട്ടുണ്ടായിരുന്നോ എന്ന കാര്യവും ഒരുപക്ഷെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കും. യാത്രക്കാരുടെ പട്ടിക ഇപ്പോൾ എയർ ഇന്ത്യ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിലെ പല പേരുകളും നോക്കി നമുക്ക് മലയാളി തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും നമുക്ക് പ്രേക്ഷകർക്കായി നൽകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ.